ഈ സർക്കാർ കാര്യക്ഷമമായി ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള വിശ്വാസ്യത കൊണ്ടാണ് സാർ ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ 1000 പേർക്ക് വീട് വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വരുന്നത്. നിങ്ങൾ ആരോപിക്കുന്നത് പോലെയല്ല. ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാരിൽ എന്നതിന്റെ തെളിവാണ്. 29 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ നടക്കുകയാണ്. പുനലൂർ, വിജയപുരം, കരിവണ്ണൂർ, കടമ്പൂർ എന്നിവിടങ്ങളിലായി 174 ഫ്ളാറ്റുകൾ അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് കൈമാറും. ലൈഫ് ഭവന പദ്ധതിയിൽ വൻ ക്രമക്കേട്. ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ 150ഓളം അനർഹർ ആണ് പണം തട്ടിയെടുത്തത്. മുൻ മന്ത്രി മണി പറഞ്ഞ CPM-കാർക്കെല്ലാം സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മറ്റുള്ളവരെ ഒന്നാകെ അടിമുടി തഴഞ്ഞിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും വരെ സഹായം കിട്ടിയിട്ടുണ്ട്. അനർഹരിൽ നിന്ന് പണം തിരികെ ഈടാക്കാനുള്ള നടപടികളിലേക്ക് പഞ്ചായത്ത് കടന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 27 പേർക്കെതിരെയാകും നടപടി ഉണ്ടാകുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് വിഭാഗത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. കൂടുതൽ ക്രമക്കേടുകൾ ഉണ്ടായോ എന്ന് പരിശോധന നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്നത് പഞ്ചായത്തിലെ 12ാം വാർഡിലാണ്. സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മന്ത്രി മണി ശുപാർശ ചെയ്തവരിൽ 111 CPM-കാർക്കാണ് ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീടുകൾ കിട്ടിയിരിക്കുന്നത്. ഏക്കർ കണക്കിന് പട്ടയ ഭൂമിയുള്ളവർ, 2-3 വാഹനങ്ങളും വാസയോഗ്യമായ വീടുകളുള്ളവർ, ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവർ തുടങ്ങി വ്യാപകമായ ക്രമക്കേടാണ് ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നടന്നിരിക്കുന്നത്. പീരുമേട് എസ്റ്റേറ്റ് ഭൂമി വെട്ടിപ്പിടിച്ചു ജില്ലയിലെ പ്രമുഖ CPM നേതാക്കളുടെ ബന്ധുക്കൾ വീടുകൾ പണിതിട്ടുണ്ട്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ കൊടിയ അഴിമതി നടന്നിട്ടുള്ളത്. പദ്ധതിയിൽ അർഹരായവർ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർക്ക് ഗുണഭോക്തൃ പട്ടികയിൽ CPM-ന് ബലത്തിൽ കടന്നുകൂടിയത്. പദ്ധതിയിൽ 1ാം ഗഡു വാങ്ങിയ ശേഷം ഒരു പണിയും ചെയ്യാതെ 2ഉം 3ഉം 4ഉം ഗഡു കൈപ്പറ്റിയ നിരവധി CPM സഖാക്കളാണ് ഇവിടെയുള്ളത്. കരുവണ്ണൂരിൽ നടന്ന സഹകരണ തട്ടിപ്പിനേക്കാൾ വലിയ അഴിമതിയാണ് ഉപ്പുതറയിൽ നടന്നിരിക്കുന്നത്. പഴയ വീട് അറ്റകുറ്റപ്പണി നടത്തി പണം തട്ടിയവരും മറ്റുള്ളവരുടെ വീടിന്റെ ഫോട്ടോ നൽകി പണം വാങ്ങിയവരും പട്ടയ ഭൂമിയിലെ രേഖകൾ പട്ടയമില്ലാതെ അപേക്ഷിക്കപ്പെട്ട് എസ്റ്റേറ്റ് ഭൂമിയിൽ വീട് വെച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിന് അവസരമുണ്ടാക്കിയതിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർക്കും നിർണായക പങ്കുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വീടിന് 4 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 25,000 രൂപയുടെ തൊഴിൽ ദിനവുമാണ് സർക്കാർ സഹായം നൽകുന്നത്. ക്രമക്കേടിലൂടെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം ഉദ്ദേശിക്കുന്നത്.